എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമാണോ വെറുപ്പാണോ എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ വണ്ട്, മഞ്ഞയും കറുപ്പും കലർന്ന നിറത്തിലുള്ള വണ്ടിനെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമാണോ വെറുപ്പാണോ എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും മറ്റാരേക്കാൾ കൂടുതലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങൾ എന്നെന്നും നിലനിർത്താനും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവർ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൽ അവർ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളിൽ അവർ സാക്ഷിയുമാണ്. ജീവിതത്തിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോട് കാണിക്കുന്ന അമിതമായ സ്നേഹത്തെ നിരുത്സാഹപ്പെടുത്താനായിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭൂരിപക്ഷ സമയത്തും അവരുടെ പിന്തിരിപ്പുകൾ ഒന്നും ഫലം കാണാറില്ല. പക്ഷെ ചില സമയത്ത് അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനം മൂലം നിങ്ങളുടെ വ്യക്തി ചില വെറുപ്പുകൾ നിങ്ങളോട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എൻ്റെ ആളുകൾ അല്ലെങ്കിൽ എന്നോട് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ കൂടി ആവുമ്പോൾ അവർ തീർച്ചയായിട്ടും ഈ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിക്കുകയാണ്. പക്ഷെ അതിന് ആത്യന്തികമായൊരു വിജയമില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ അങ്ങിങ്ങും ചില ചിന്തകളിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് അവരുടെ ഒപ്പമുള്ള ചില ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവരെ സ്വന്തമാക്കാനായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അതിലൂടെ ആ വ്യക്തിയെ ലഭിക്കുന്നതിലൂടെ കിട്ടുന്ന നന്മ ഇല്ലാതിരിക്കാനാണ്. അത്തരം ചില പരിപാടികൾ, അത്തരം ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റി മറിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് വളരെ ആത്യന്തികമായിട്ട്, വളരെ ശക്തിയായിട്ട് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മുഖമാണ്, ഒരു മനസ്സാണ് നിങ്ങളുടേത്. അടുത്ത ഈ പൈല് സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും ആ വ്യക്തിയോട് നിങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ഒപ്പമുള്ള, ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരുമിക്കുന്നതിന് തടസ്സമാകുന്നു. മനസ്സിൽ ഉള്ള സ്നേഹം നിങ്ങളുടെ വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കുള്ള സ്നേഹം വളരെ വലുതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആരും നിങ്ങളെക്കുറിച്ചൊരു തെറ്റോ കുറ്റമോ പറഞ്ഞ് നിങ്ങളെ വിയോജിപ്പിലാക്കാനോ നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിയോജിപ്പുകൾക്ക് ശ്രമിക്കുന്നുമില്ല. ഒരിക്കലും നിങ്ങളെ വിയോജിപ്പിലാക്കാനും ശ്രമിക്കുന്നില്ല. ഒരു തരത്തിലും പ്രതിസന്ധി ഇല്ലാതെ, ഒരു തരത്തിലും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പില്ല, നിങ്ങളുടെ സ്നേഹം ലഭിക്കാതിരിക്കാൻ ശ്രമിക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ട്, വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഒരു ഘട്ടത്തിലും നിങ്ങളെ വെറുപ്പിക്കുന്നൊരു നിലപാട്, ഒരു ഘട്ടത്തിലും നിങ്ങളെ അകറ്റുന്നൊരു നിലപാട് വരുന്നില്ല. വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവവും ആത്മബലവും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഇഷ്ടം
പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് മൂലം ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടും അത് യഥാവിധി പ്രകടിപ്പിക്കാൻ കഴിയാവുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടുന്നു. അതിന് ചില സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദമാകാം. പറയുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തി ഇഷ്ടമാണ്, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഒന്നാകാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങളുണ്ടാകുന്നു. അത് ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. എത്രയെത്ര പ്രതിസന്ധികളാണെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ അകാരണമായൊരു അടുക്കൽ അസാധ്യമാകുന്നു. കൃത്യമായി അടുക്കുന്നതിനോ കൃത്യമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിതമായിട്ട് മാറുന്നു. അത് സാധിക്കാതിരിക്കുന്നത് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്, വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഒരു തരത്തിലും ഒരു സമീപനം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ടും പരസ്പരം ഒന്നാകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അതിന് തടസ്സം വരുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹക്കൂടുതലാകാം. നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹക്കൂടുതൽ ഒരു വലിയ തടസ്സമായി മാറുകയാണ്, വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. സ്നേഹം നിങ്ങൾ കൂടുതൽ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയിൽ അത് വെറുപ്പുളവാക്കുന്നുണ്ടാകാം. ആ വ്യക്തിക്ക് ബേസിക്കലി അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളോട് വെറുപ്പില്ലാത്തപ്പോഴും നിങ്ങൾ കാണിക്കുന്ന കൂടുതലുള്ള സ്നേഹം ആ വ്യക്തിയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നുണ്ട്. അതുവഴി ഒന്നാകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.